ഹലോ ഗുഡ് മോർണിംഗ്. ഞാൻ ദേ രാവിലെ എണീറ്റ് വന്നിട്ട് തന്നെ ഫസ്റ്റ് തന്നെ അവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ദേ കോഫി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞാനിന്ന് ബ്ലാക്ക് കോഫിയാണ് ഉണ്ടാക്കിയത്. ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് എണീറ്റ്. ജസ്റ്റ് ഒരു 10 മിനിറ്റ്സാണ് ലേറ്റ് ആയത്. പക്ഷേ 10 മിനിറ്റ്സ് ലേറ്റ് ആയതാലും 10 അവേഴ്സ് ലേറ്റ് ആയ ഒരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് രാവിലെ. അപ്പോൾ ദേ ഞാൻ അതിനകത്തേക്ക് നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ചിക്കൻ ബർഗറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എൻ്റെ കൂട്ടത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ പതിവ് എഗ് ഹാഷ് ബ്രൗൺ സാൻഡ്വിച്ചാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തു വരുന്നത്. അപ്പോഴത്തേക്ക് ദേ അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചു കേട്ടോ. അവൻ ഹീറ്റായി വന്നതിന് ശേഷം പിന്നെ ഞാൻ ദേ ബർഗറിനകത്ത് വയ്ക്കാനുള്ള ഒരു അണിയൻ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുവാണ്. സിമ്പിളാണ്. ജസ്റ്റ് നമ്മൾ ഇത്തിരി സോയാ സോസും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാരമലൈസ്ഡ് അണിയൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാ സവാള വെച്ചാലും മതി. പക്ഷേ ഇവിടെ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ പച്ച സവാള വയ്ക്കുന്നതിനോട് അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കും. ലൈക്ക് ഇടയ്ക്ക് പാവം തോന്നുമ്പോൾ ഓക്കെ ചെയ്തു കൊടുക്കും. ഇല്ലെങ്കിൽ ഞാൻ സാധാ പച്ച സവാള തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇന്ന് ഞാൻ ലേറ്റായെന്ന് പറഞ്ഞല്ലോ. അപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് ദേ ഡോറിൻ്റെ അവിടെ നിന്നിട്ട് അയിലേന്ന് ചോദിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. യൂഷ്വലി ഞാൻ നേരത്തെ ചെയ്ത് തീരുന്നതാണ് കേട്ടോ. ഇന്ന് ലേറ്റ് ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ദേ ഞാൻ നമ്മുടെ ബർഗർ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ദേ നമ്മുടെ കാരമലൈസ് ചെയ്തെടുത്ത അണിയൻ വെച്ച് കൊടുക്കുകയാണ്. അതിന് മുന്നേ ഞാൻ നമ്മുടെ ബർഗർ സോസ് ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. ഞാൻ ഹെൽമാൻ്റെ ബർഗർ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ മേളിലേക്ക് ഞാനൊരു ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 സ്ലൈസ് ഓഫ് ടൊമാറ്റോയാണ് ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ കുറച്ച് പെപ്പറും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് സീസൺ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. നമ്മുടെ ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് എപ്പോഴും ഒന്ന് എൻഹാൻസ് ചെയ്യുന്ന പോലെ തോന്നും എനിക്ക് ഈ സോൾട്ട് ആൻഡ് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ലെറ്റസ് ലീവ്സാണ് വെച്ച് കൊടുത്തത്. അതിൻ്റെ മേളിലേക്ക് ഞാനൊരു സ്വിസ് ചീസാണ് വെച്ച് കൊടുത്തത്. നിങ്ങൾക്ക് ഏത് ചീസ് വേണമെങ്കിലും വെക്കാം കേട്ടോ. എൻ്റെ കയ്യിലുള്ളൊരു ചീസ് ഇതായിരുന്നു. അപ്പോൾ അത് ഞാനത് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് നല്ല ക്രിസ്പി ചിക്കൻ പാറ്റിയും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് അടച്ച് റാപ്പ് ചെയ്ത് കൊടുത്തു വിടാം. ഞാൻ അധികം വീഡിയോ എടുത്തില്ല. കാര്യം ഹസ്ബൻഡ് പോകാൻ ഭയങ്കര ധൃതി നിൽക്കുമായിരുന്നു. കാര്യം ബിക്കോസ് ഹി ഇസ് ലേറ്റ്. അതിനുശേഷം പിന്നെ ദേ ഞാൻ കടല വെള്ളത്തിലിട്ടായിരുന്നു കേട്ടോ, നമുക്ക് നാളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ ദേ ഒരു 6 o'clock കഴിഞ്ഞപ്പോൾ ദേ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ജസ്റ്റ് ഫോർ എ വോക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ ഈ വെതർ. ഭയങ്കര ഗുഡ് വെതറാണ്. ഒരു 3 മാസം മുന്നേ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ നല്ല തെറി പറഞ്ഞേനെ. അത്രയ്ക്ക് തണുപ്പായതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടുത്തെ വെതർ. എനിക്ക് ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം അതാണ്. ഇവിടെ എപ്പോഴും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ. എപ്പോഴും വെതർ വൈസ് അല്ലെങ്കിൽ ക്ലൈമറ്റ് വാട്ട് വി കുഡ് സേ, ഇവിടുത്തെ നേച്ചർ എപ്പോഴും ഭയങ്കര ഭംഗിയാണ്. ഇവിടുത്തെ ആ വിൻ്റർ ഇത്തിരി മാറ്റി വെച്ചാൽ കൊള്ളായിരുന്നു. ബാക്കി എന്നാലും അതിനെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. അപ്പോൾ എനിവേ ദേ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ദേ വീട്ടിൽ വന്നിട്ട് നമ്മുടെ ഗാർഡനിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. കുറച്ച് പുല്ലൊക്കെ പറിച്ചിട്ട് എനിക്ക് അവിടെ കുറച്ച് ചെടി നടാനുണ്ടായിരുന്നു. കുറച്ച് അതിൻ്റെയൊക്കെ വീഡിയോസ് ബാക്കി വരൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ കാണാം. ബൈ ബൈ.